എല്ലാവർക്കും കേരളാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടൊരു അപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ അപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് അമൃതം പൊടിയാണ്. അമൃതം പൊടി ഞാൻ ഏകദേശം 1 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒട്ടും റോസ്റ്റ് ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മിക്സിങ് എല്ലാം കഴിച്ച് വയ്ക്കാം. അതിനായിട്ട് അപ്പത്തിന് മധുരം കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ ചീകി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാലും ശർക്കരയും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം. ഈ ശർക്കരയുടെ സ്ഥാനത്ത് നമുക്ക് സെയിം എമൗണ്ട് തന്നെ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് പാലും കൂടെ ഞാൻ വീണ്ടും അഡീഷണൽ ആയിട്ട് ചേർക്കുകയാണ്. ഇപ്പം ഞാനൊരു 1/2 ഗ്ലാസോളം പാൽ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാലിൻ്റെ സ്ഥാനത്ത് നമുക്ക് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ പാൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും കിട്ടുള്ളൂ. ഇനി നമുക്ക് ചൂടാറാൻ വെച്ച അമൃതം പൊടി പതുക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അപ്പം നമുക്ക് ഏകദേശം ഒരു 2 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കാം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പാലും അതുപോലെ തന്നെ ശർക്കരയും ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ എല്ലാം ഒരുവിധം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ബാച്ച് കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ഗോതമ്പ് മാവിൻ്റെയൊക്കെ നല്ലൊരു പരിവായുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കട്ടകളും ഒന്നുമില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാണ്ട് അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അല്പം നാളികേരമാണ് നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്താലേ ആ ഒരു ഷുഗർ ബാലൻസ് ആയി കിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ബാറ്ററെല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ അപ്പം വളരെ എളുപ്പത്തിൽ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ഡലിയുടെ ഷേപ്പിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കുന്ന മോഡലിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ബാറ്റർ ആ കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റി വേവിച്ചാൽ മതി. ഇപ്പം ഞാൻ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന ഇഡ്ഡലിത്തട്ടിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മാവ് ഏകദേശം ഒരു 8-10 ഇഡ്ഡലിക്ക് ഉള്ളത് ഉണ്ടാവും. ഈ അപ്പം നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ കുക്കായി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ എല്ലാത്തിലും ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇഡ്ഡലി തട്ട് ഗ്യാസിൽ വെച്ചു. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതാണ് അപ്പം നമ്മുടെ അപ്പം. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും ജോലിക്ക് പോണ അമ്മമാർക്കാണെങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈകുന്നേരം
ചായക്കും നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ ഈസി പീസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശർക്കരയും നാളികേരവും പാലും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് തൊട്ട് വയസ്സായവർക്ക് വരെ നല്ലപോലെ ഇഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ആ ഒരു നാളികേരമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സോഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു അപ്പത്തിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നാളികേരത്തിൻ്റെ ചട്നിയാണ്. അപ്പോൾ ചട്നി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് സുഖമായിട്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് എല്ലാം പറയണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ